ഹായ് ഗായ്സ്, ഗലിബ്രോ എന്ന് വിളിച്ചാൽ എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 7 11th വീക്ക് വിഷയിലേക്കുള്ള വാച്ചേറി വോട്ടിംഗ് പോരാട്ടമാണ് ഹോട്ട്സ്റ്റാർ നടക്കുന്നത്. നമ്മൾ ഇന്ന് ചൊവ്വാഴ്ച രാത്രി 7 മണി വരെയുള്ള ഒരു അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസ് ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പോകുന്നത്. നമ്മുടെ മുമ്പിലുള്ളത് 6 മത്സരാർത്ഥികളാണ്. വളരെ കുറവ് മത്സരാർത്ഥികളാണ് ഇത്തവണ നോമിനേഷനിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വോട്ടിംഗ് വളരെ നിർണായകമാണ്. എല്ലാവരും സ്ട്രോങ് ആയിട്ടുള്ള മത്സരാർത്ഥികളായതുകൊണ്ട് തന്നെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഓരോ മത്സരാർത്ഥികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മത്സരാർത്ഥികൾക്ക് വേണ്ടി നിങ്ങൾ ഹോട്ട്സ്റ്റാർ കയറി തന്നെ വോട്ട് ചെയ്യുക. അതോടൊപ്പം വരും കൃത്യമായ വോട്ടിംഗ് വിവരങ്ങളും ബിഗ് ബോസ് അപ്ഡേറ്റുകളും അറിയാനായിട്ട് നമ്മുടെ ചാനൽ സന്ദർശിക്കുക. ചാനൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഏതായാലും ഇന്ന് രാത്രി 7 മണിയുള്ള വോട്ടിംഗ് ലിസ്റ്റിൽ 1ാം പൊസിഷൻ അത് ഷാനവാസാണ് തുടരുന്നത്. ഷാനവാസ് തുടക്കത്തിലൊന്ന് പതറിയെങ്കിലും വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. നൂറയെ അട്ടിമറിച്ചുകൊണ്ട് 17,207 വോട്ടോട് കൂടി 1ാം പൊസിഷൻ നിലനിർത്തിയിരിക്കുകയാണ് ഷാനവാസ്. 2ാം പൊസിഷനിലേക്ക് നൂറ തള്ളപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. നൂറയ്ക്ക് ഇപ്പോൾ നല്ല രീതിയിലൊരു വോട്ടിംഗ് കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കൂടെ ഷാനവാസുമായിട്ടുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ് നടക്കുന്നത്. ഇപ്പോൾ 17,001 വോട്ട് നേടി 2ാം പൊസിഷനാണുള്ളത്. 3ാം പൊസിഷനിൽ അട്ടിമറി മുന്നേറ്റം നടത്തി വേദലക്ഷ്മി കയറി വന്നിരിക്കുകയാണ്. എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തിയിരിക്കുന്നത് ആദ്യമായിട്ടാണ് 3ാം പൊസിഷനിൽ കയറി വന്നിരിക്കുന്നത്. 16,809 വോട്ടോട് കൂടിയാണ് വേദലക്ഷ്മി 3ാം പൊസിഷൻ നിലനിർത്തിയിരിക്കുന്നത്. 4ാം പൊസിഷനിലേക്ക് നമ്മുടെ ആര്യൻ വീണുപോയിരിക്കുകയാണ്. നമ്മുടെ ബിഗ് ബോസ് ഹൗസിലെ പ്രകടനം വെച്ച് നോക്കുമ്പോൾ ആര്യന് ഇതിനും കൂടുതൽ വോട്ട് നേടാൻ സാധിക്കേണ്ടതാണ്. പക്ഷെ അതുണ്ടായിട്ടില്ല. ഇപ്പോൾ 16,798 വോട്ടോട് കൂടി 4ാം പൊസിഷനാണ് ആര്യനുള്ളത്. 5ാം പൊസിഷനിലേക്ക് അക്ബർ വീണുപോയിരിക്കുകയാണ്. വേദലക്ഷ്മിയുടെ മുന്നേറ്റത്തിൽ തകർന്നിരിക്കുന്ന അക്ബറാണ് ഇപ്പോൾ 16,709 വോട്ടോട് കൂടി ഡേഞ്ചർ ആയിട്ടുള്ള 5ാം പൊസിഷനിലേക്ക് വന്നിരിക്കുകയാണ്. 6ാം പൊസിഷനിൽ ഇപ്പോഴും നെവിൻ തന്നെയാണ് തുടരുന്നത്. പക്ഷേ നെവിൻ്റെ വോട്ടിങ്ങിൽ കാര്യമായ ഒരു മുന്നേറ്റം ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. 15,709 എന്ന നല്ലൊരു വോട്ട് നേടിയിട്ടുണ്ട്. വരും മണിക്കൂറിലെ വോട്ടിംഗ് നെവിന് വളരെ നിർണായകമാണ്. അതിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.